എല്ലാവർക്കും ഓട്ടോമേഷൻ നിഞ്ച എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു ഗിറ്റ് എന്താണെന്നും ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലെ പ്രൊജക്റ്റ് ഗിറ്റ് ഹബ് എന്ന കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഗിറ്റിൻ്റെ ഇൻട്രഡക്ഷൻ നോക്കാം. അതിനുശേഷം നമുക്ക് ഗിറ്റ് എങ്ങനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം ഗിറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ട്രാക്സ് ചേഞ്ചസ് ഇൻ എനി സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഫയൽ യൂഷ്വലി യൂസ്ഡ് ഫോർ കോർഡിനേറ്റിംഗ് വർക്ക് അമംഗ് പ്രോഗ്രാമേഴ്സ് കൊളാബറേറ്റീവ്ലി ഡെവലപ്പിംഗ് സോഴ്സ് കോഡ് ഡ്യൂറിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അതേ ചേഞ്ചസ് ട്രാക്ക് ചെയ്യാനും ആ ചേഞ്ചസ് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് സോഴ്സ് കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഗിറ്റ് എന്നൊരു ഡിസ്ട്രിബ്യൂട്ടഡ് വെർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ടോർട്ടോയ്സ് SVN യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പല വെർഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇപ്പം കൂടുതൽ ആൾക്കാരും ഗിറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഗിറ്റ് യൂസ് ചെയ്യുന്ന സ്കില്ല് ടെസ്റ്റർ ആയിക്കോട്ടെ ഡെവലപ്പർ ആയിക്കോട്ടെ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം ഗിറ്റ് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ മറ്റ് കാൻഡിഡേറ്റ്സ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഗിറ്റ് അറിയാത്ത ഒരാൾക്കും ഗിറ്റ് അറിയാവുന്ന ഒരാളും തമ്മിലുള്ള ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഗിറ്റ് അറിയുന്ന ആൾക്ക് എപ്പോഴും പ്രിഫറൻസ് കിട്ടും. അപ്പം ഗിറ്റ് എന്ന വെർഷൻ കൺട്രോൾ സിസ്റ്റം പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനൽ കുറേ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെയൊക്കെ സോഴ്സ് കോഡ് നിങ്ങൾക്കും ഞാൻ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്താണ് ഗിറ്റ് ഹബ് എന്ന കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കോഡ് പുഷ് ചെയ്യുന്നത്. ഗിറ്റ് ഹബ് പോലെ വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഗിറ്റ് ലാബ് എന്നുള്ളതുണ്ട്, ബിറ്റ് ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ മൂന്നിലേക്ക് ഗിറ്റ് ഹബ്, ബിറ്റ് ബക്കറ്റ്, പിന്നെ ഞാൻ പറഞ്ഞ ഗിറ്റ് ലാബ്, ഇതിലേക്കെല്ലാം നമ്മൾ കോഡ് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഗിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ഗിറ്റ് കമാൻഡ്സ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ IDEയിലെ പ്ലഗിൻ യൂസ് ചെയ്ത് പുൾ അങ്ങനെയുള്ള കമാൻഡ് ചുമ്മാ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നമാണ്. എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിൽ ഗിറ്റ് സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഗിറ്റ് കമാൻഡ്സ് ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ചേഞ്ചസ് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ ഗിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്ത് ഗിറ്റ് ഹബിലേക്കോ ബിറ്റ് ബക്കറ്റിലേക്കോ ഗിറ്റ് ലാബിലേക്കോ പുഷ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ വീഡിയോയിൽ കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഗിറ്റ് ഹബ് ആയിരിക്കും. ആദ്യമേ ഞാൻ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അതിനു മുമ്പ് അഡ്വാൻറ്റേജസും കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഫാസ്റ്റർ ടു കമ്മിറ്റ്. അതായത് കമ്മിറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടെ സ്പീഡ് നമുക്ക് ബാക്കിയുള്ള വെർഷൻ കൺട്രോളിനെ വെച്ച് നോക്കുമ്പോൾ കമ്മിറ്റ് ടൈം ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ ഫെയിലിയറിൻ്റെ നോ മോർ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ. അതായത് സെൻട്രൽ റിപ്പോസിറ്ററി ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്പേഴ്സിന് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കോഡ്. പക്ഷെ മെയിൻ സെൻട്രൽ റെപ്പോസിറ്ററി ഫിക്സ് ആകുന്നുണ്ട്. പക്ഷെ ഗിറ്റിൻ്റെ കേസിൽ എല്ലാ ഡെവലപ്പർക്ക് സെപ്പറേറ്റ് റെപ്പോസിറ്ററി കാണും. അപ്പം സെൻട്രൽ റെപ്പോസിറ്ററി ബ്രേക്ക് ആയി പോയാലും നമുക്ക് കോഡ് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓഫ്ലൈൻ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ഗിറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഗിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഗിറ്റിൻ്റെ വേർഷൻ കമാൻഡ് എൻ്റർ ചെയ്ത് നോക്കാം. ഗിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഗിറ്റ് സ്പേസ് -വേർഷൻ. ഗിറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റേണൽ എക്സ്റ്റേണൽ കമാൻഡ്. അതായത് ഗിറ്റിൽ നിന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഗിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഗൂഗിൾ ഗിറ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക.
ഡൗൺലോഡ്സ് ലിങ്ക് കാണും. ആ ഡൗൺലോഡ്സിനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OS അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പം വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വിൻഡോസിൻ്റെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബിറ്റ് നോക്കി. എൻ്റെ 64 ബിറ്റ് സിസ്റ്റമാണ്. അപ്പം ഞാൻ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റാളർ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 64 ബിറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഒരു 50.5 MB ഉള്ള ഒരു ഫയലാണ്. അത് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാളർ പിന്നെ നെക്സ്റ്റ് അടിച്ച് പോകുക എന്നുള്ളൂ. അത് ക്ലിക്ക് ചെയ്യാം. കേസ് കൊടുക്കുക. ഗിറ്റ് ഇൻസ്റ്റാളേഷൻ്റെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സി പ്രോഗ്രാം ഫയൽസ് ഗിറ്റിൽ ആ ഫോൾഡറിലായിരിക്കും ക്രിയേറ്റ് ആകുന്നത്. ഇത് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഗിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്കത് കാണിക്കണമെന്നില്ല. ഞാൻ ഇത് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി ഓൾറെഡി ഉണ്ടായിരുന്ന ഗിറ്റിൻ്റെ വെർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞായിരുന്നു. ഫുള്ളായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. യെസ് കൊടുക്കുന്നു. എല്ലാം ഡീഫോൾട്ടായിട്ട് ചെക്ക് ചെയ്തേക്കുന്ന ഓപ്ഷൻസ് നമ്മൾ കൂടുതൽ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടിച്ച് പോവുക. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഗിറ്റ് ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളൊരു പുതിയ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് ഗിറ്റ് വേർഷൻ ഉള്ള കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ ഗിറ്റ് വേർഷൻ അവിടെ ലിസ്റ്റ് ചെയ്യും. പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. കാരണം ഈ ഓൾറെഡി ഓപ്പൺ ചെയ്ത കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് വേർഷൻ കാണിക്കുകയില്ല. കാരണം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം വീണ്ടും ഗിറ്റ് വേർഷൻ എൻ്റർ ചെയ്യാൻ. ഞാനപ്പോൾ ആ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് ശേഷം ഞാൻ പുതിയ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് വെർഷൻ എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റിലീസ് നോട്ട്സ് എന്ന ലിങ്കിലേക്ക് ഗിറ്റിൻ്റെ റിലീസ് നോട്ട്സ് എന്ന ലിങ്കിലേക്ക് പോകും. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഗിറ്റിൻ്റെ വേർഷൻ വീണ്ടും നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പം ഗിറ്റ് വേർഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. 2.39.1 എന്നുള്ളതാണ് വേർഷൻ. ഈ ഗിറ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൺട്രോൾ പാനലിൽ ചെന്ന് അവിടെ ഗിറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഗിറ്റ് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഗിറ്റ്ഹബ് എന്ന കോഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കോഡ് പുഷ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പുഷ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതെന്ന് കാണിക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ പ്ലേലിസ്റ്റിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് കരിയർ API ടെസ്റ്റിംഗ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ആയിരിക്കും ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ലിങ്ക് ആ ഗിറ്റ്ഹബിൻ്റെ റിപ്പോസിറ്ററി ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ടാണ്. അതിനുവേണ്ടി ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യാം. ഗിറ്റ്ഹബ് സൈനപ്പ് എന്നൊരു സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. ജോയിൻ ഗിറ്റ്ഹബ് എന്ന ലിങ്ക് കാണും. ഓക്കെ, സൈനപ്പ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു UIയിലേക്കാണ് നമ്മൾ നാവിഗേറ്റ് ആകുന്നത്. ഇനി നമുക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ ഇമെയിലോ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ഇമെയിൽ അഡ്രസ് ക്രിയേറ്റ് ചെയ്യുകയോ സ്വന്തം ഇമെയിലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി
വേറെ സെപ്പറേറ്റ് മെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഗിറ്റ് ഹബ്ബ് അക്കൗണ്ട് ഉള്ളത് നമുക്കറിയാം. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഗിറ്റ് ഹബ്ബ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിൽ ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം റിക്രൂട്ടറിന് ഈസി ആയിട്ട് നമ്മുടെ വർക്ക്സ് കാണുകയും നമ്മുടെ നോളജ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴും ഗിറ്റ് ഹബ്ബ് അക്കൗണ്ട് ഉള്ളത് നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ മെയിൽ അഡ്രസ്സ് കൊടുക്കുവാണ്. കണ്ടിന്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു പാസ്വേഡ്. പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 15 ക്യാരക്ടേഴ്സ് ലെങ്ത് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ 8 ക്യാരക്ടേഴ്സ് ലെങ്ത് ആണെങ്കിലും മതി. അപ്പം ഒരു നമ്പരും ഒരു ലോവർ കേസ് ലെറ്ററും കൂടെ ആ പാസ്വേഡിൽ വേണം. അപ്പം ഈ ഇതിലേതെങ്കിലും 2 ക്രൈറ്റീരിയ നിങ്ങളുടെ പാസ്വേഡ് ഫുൾഫിൽ ചെയ്തിരിക്കും, എങ്കിൽ മാത്രമേ കറക്റ്റ് പാസ്വേഡായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഒരു യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിമായിട്ട് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ യൂസർ നെയിം കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ് അനൗൺസ്മെന്റ് വഴി ഇമെയിൽ, നമ്മുടെ ഈ കൊടുത്തേക്കുന്ന ഇമെയിലിലേക്ക് ഗിറ്റ് ഹബ്ബ് കുറച്ച് പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ്സും അനൗൺസ്മെൻറ്റും ഒക്കെ ആയിരിക്കും. അത് വേണോ വേണ്ടയോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈ എന്നുള്ള ലെറ്റർ ആഡ് ചെയ്താൽ മതി. ഇനി ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു റോബോട്ടാണോ ഹ്യൂമൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ക്യാപ്ചയാണ്. ഓക്കെ, ക്യാപ്ച വെരിഫിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ആ മെയിലിലേക്ക് ഒരു ലോഞ്ച് കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ ലോഞ്ച് കോഡ് യൂസ് ചെയ്ത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ മെയിലിൽ പോയി ആ കോഡ് നോക്കിയിട്ട് വരാം. ഇതാണ് എൻ്റെ മെയിൽ. ഞാൻ റീഫ്രഷ് ചെയ്യുവാണ്. ലോഞ്ച് കോഡ് വന്നിട്ടുണ്ട്. അത് പേസ്റ്റ് ചെയ്തു.
അത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെൽക്കം എന്നുള്ള ലിങ്കിലേക്ക് പോയിട്ടുണ്ട്. ആർ യു എ സ്റ്റുഡൻറ് ഓർ ടീച്ചർ? സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ജസ്മി, ഹൗ മെനി ടീം മെമ്പേഴ്സ്? ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ജസ്മി എന്ന് കൊടുത്തു. നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. വേണേൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂ. എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം സെലക്ട് ചെയ്യാൻ പോവാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലാൻ ചൂസ് ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് എത്തി. ഫ്രീ വേണോ ഗിറ്റ്ഹബ് പ്രോ എന്നുള്ള പ്ലാൻ വേണോ? ഞാൻ ഫ്രീ ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നു. കണ്ടിന്യൂ ഫോർ ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ UI വരും. ഇൻസ്റ്റലേസിങ് യുവർ ഡാഷ്ബോർഡ് എന്നൊരു ലോഡർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അപ്പം ഗിറ്റ്ഹബിൻ്റെ UI. ഇനി ഇതിൻ്റെ അത് ഇവിടെ ഒരു ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് യുവർ റിപ്പോസിറ്ററി എന്നുള്ള ഈ ലിങ്ക് വന്നിട്ട് അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ന്യൂ എന്നുള്ള ബട്ടൺ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ പോവാം, ക്രിയേറ്റ് റിപ്പോസിറ്ററി. ഇനി നമുക്ക് റിപ്പോസിറ്ററിക്ക് ഒരു പേരിടാം. ഞാൻ പുഷ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് കരേറ്റെ API ടെസ്റ്റ് എന്നുള്ള പ്രൊജക്റ്റ്, അതേ പേര് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ അതേ പേര് തന്നെ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഈ റിപ്പോസിറ്ററി പബ്ലിക് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സെറ്റ് വേണം ചെയ്യാം. പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. ഞാൻ ആ കരേറ്റെ APIയുടെ കോഡ് എല്ലാവർക്കും കാണാൻ വേണ്ടി ഇടുന്നതുകൊണ്ട്, കാണാൻ വേണ്ടി ഈ ഷെയർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് ഇതിൻ്റെ ആക്സസ് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് റീഡ്മി ഫയൽ, അതൊന്നും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിപ്പോസിറ്ററിയുള്ള ലൊക്കേഷനിൽ എൻ്റർ ചെയ്യേണ്ട കമാൻഡ് ഓൾറെഡി ഗിറ്റ്ഹബ് തന്നെ ഡിഫോൾട്ടായിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കമാൻഡുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് readme.md എന്നുള്ള ഒരു ഫയലുണ്ട്. അത് മാർക്ക് ഡൗൺ എന്നുള്ള സെക്ഷൻ, അതൊരു ടൈപ്പ് ഓഫ് ഫയലാണ്. വെബ് കണ്ടന്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫയലാണ്. ആ ഒരു ഫയലിനകത്ത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കരേറ്റെ API ടെസ്റ്റ് ഹെഡിങ് വരുന്ന വേണ്ടി ഉള്ള ഒരു ലൈൻ ഓഫ് കോഡാണിത്. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യമേ യൂസ് ചെയ്യേണ്ട കമാൻഡ് git init എന്നുള്ള കമാൻഡാണ്. git init എന്നുള്ള കമാൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ്. ആ കമാൻഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് .git എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അങ്ങനെയാണ് ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ കമാൻഡ് യൂസ് ചെയ്യാം. പ്രൊജക്റ്റിൻ്റെ അകത്ത് പോയ ശേഷം ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് ആ ലൊക്കേഷനിൽ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം git init എന്നുള്ള കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം git init എന്ന് എൻ്റർ ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇൻസ്റ്റലേസ് MD git റിപ്പോസിറ്ററി എന്ന് ഒരു ലോഗ് വന്നു. നമുക്ക് ഫോൾഡറിൽ പോയി നോക്കുമ്പോൾ .git എന്നൊരു ഫോൾഡർ കാണാം. നിങ്ങളുടെ കേസ് ചിലപ്പോൾ അത് ഹിഡൻ ആയിരിക്കും. അപ്പം ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇതുണ്ട്, ഇതൊരു ബ്ലർഡ് ആയിട്ടാണ് കാണിക്കുന്നത്, ഒരു ഹിഡൻ ഫയലാണ്, അതുകൊണ്ടാണ് ബ്ലർഡ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ കേസ് ഇത് കാണിക്കുന്നില്ലെങ്കിൽ അത് ഹിഡൻ ഫയൽസ് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഈ വ്യൂവിനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ വ്യൂ ഹിഡൻ ഐറ്റംസ്, എൻ്റെ കേസ് ഇത് ഹിഡൻ ഐറ്റംസ് എനേബിൾഡ് ആണ്, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് ഏതാ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്ത് യൂസ് ചെയ്യേണ്ട git add readme.md എന്നുള്ള ഫയലാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഫയലിൽ ആഡ് ചെയ്യാൻ വേണ്ടി, റീഡ്മി എന്നുള്ള ഫയൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കോഡ്. നമ്മൾ റീഡ്മി, നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്.
അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഫുൾ പർട്ടിക്കുലർ ഫയൽ ആണെങ്കിൽ ആ ഫയലിൻ്റെ പേര് കൊടുത്താൽ മതി. നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് എന്നുള്ളതാണ്. അപ്പം കംപ്ലീറ്റ് ആ പ്രൊജക്റ്റ് സ്റ്റേജിങ്ങിലേക്ക് ആഡാവും. അതിനു മുമ്പ് ഇപ്പം നിലവിലുള്ള ഗിറ്റിൻ്റെ സ്റ്റാറ്റസ്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഗിറ്റ് സ്റ്റാറ്റസ് എന്ന കമാൻഡ് ഉണ്ട്. അത് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് എൻ്റർ ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺട്രാക്ട് ഫയൽസ് എന്ന് റെഡ് കളറിൽ ഇത്ര ഫയൽസ് കാണിക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് റെഡ് കളറിൽ കാണിക്കുന്നത്. ആഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഗ്രീൻ കളറിൽ കാണിക്കും. ഇവിടെ ഈ റീഡ്മി ഫയൽ മാത്രം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തത്. നമ്മൾ ഫുൾ ഫയലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഡിഫറെൻ്റ് ആണ്. ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഡോട്ട് കൊടുക്കും. ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട്. അതിനുശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ആഡായിട്ടുണ്ട്. ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം, ആഡായോ നോക്കാം. ഓക്കെ, ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിയുമ്പോൾ എല്ലാം ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം സ്റ്റേജിങ്ങിലേക്ക് ആഡായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് എന്താ നോക്കാം. ഗിറ്റ് കമ്മിറ്റ് -m ഫസ്റ്റ് കമ്മിറ്റ്, അതായത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഗിറ്റ് കമ്മിറ്റ് -m എന്ന് ഉദ്ദേശിക്കുന്ന മെസ്സേജാണ്. മെസ്സേജ് കഴിഞ്ഞ് ഡബിൾ കോഡ്സിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നത്. ഫസ്റ്റ് കമ്മിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് കമ്മിറ്റിന് കൊടുക്കുന്നു. നിങ്ങളുടെ കേസ് എന്ത് ചേഞ്ചസ് ആണോ വരുന്നത് അതനുസരിച്ച് ചേഞ്ചസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് ആഡ് ടു ഗിറ്റ് ഹബ്, അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള കമൻസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ കമാൻഡ് ഞാൻ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. അതിനുശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കമ്മിറ്റായി. ഇനി അടുത്തത് ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ. ഇതൊരു ബ്രാഞ്ച് മെയിൻ എന്നുള്ള ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ കൊടുക്കുമ്പോൾ ഒരു ബ്രാഞ്ച് മെയിൻ എന്നുള്ള ബ്രാഞ്ച് ക്രിയേറ്റ് ആവും. അപ്പം നമ്മളെ മെയിൻ എന്നുള്ള ബ്രാഞ്ചിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് എന്ന് കൊടുത്താൽ മതി. കറണ്ട് ബ്രാഞ്ച് ലിസ്റ്റ് ചെയ്യും. കറണ്ട് ബ്രാഞ്ച് മെയിൻ ആണെന്നുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് പുഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ്, അതിനു മുമ്പ് നമ്മുടെ ഈ ലോക്കൽ റിപ്പോസിറ്ററി റിമോട്ട് റിപ്പോസിറ്ററിയും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഈ കമാൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കമാൻഡ് കൂടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, പിന്നെ റിപ്പോസിറ്ററിയുടെ URL. അപ്പം അത് നമ്മൾ ചെയ്തു. അതിനുശേഷം നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡാണിത്. ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ എന്നുള്ളത് ബ്രാഞ്ചാണ്. കോപ്പി ചെയ്യുന്നു. പുഷ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് യൂസർ നെയിം ഒരു പാസ്വേഡ് എന്ന് പറയും. നമ്മളത് കോൺഫിഗ് എന്നുള്ളത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരുന്നത്. നമ്മൾ അതിനെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു എറർ സംഭവിച്ചത്. അതിന് നമുക്ക് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. യൂസർ നെയിമും പാസ്വേഡും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, യൂസർ നെയിമും ഇമെയിലും എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള ഈ ലിങ്കിനകത്ത് കൊടുപ്പുണ്ട്. അപ്പം ഗിറ്റ് കോൺഫിഗ് നമ്മൾ പുഷ് ചെയ്തപ്പോൾ ഈ എറർ ഒതൻറ്റിക്കേഷൻ ഫെയിൽഡ് എന്നുള്ളത് വന്ന് നമ്മൾ
ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗിറ്റിന് ഗിറ്റ് സാധിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് കൊടുക്കണം. ഗിറ്റ് കോൺഫിഗ് സ്പേസ് മൈനസ് മൈനസ് ഗ്ലോബൽ യൂസർ ഡോട്ട് നെയിം. യൂസർ ഡോട്ട് നെയിമിന് അകത്ത് നമ്മുടെ യൂസർ നെയിം. യൂസർ നെയിം കൊടുത്ത ശേഷം ഇമെയിൽ കൊടുക്കാം. ഇങ്ങനെ എററൊക്കെ വരുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് പിന്നെ ഒരു സിറ്റുവേഷൻ ഇതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരുമില്ലായിരുന്നു. ഇനി നമുക്ക് ഈ ഗിറ്റ് സ്പേസ് കോൺഫിഗ് മൈനസ് മൈനസ് ഗ്ലോബൽ സ്പേസ് യൂസർ ഡോട്ട് ഇമെയിൽ ഡബിൾ കോഡ്സിനകത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. നമ്മൾ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ്. എൻ്റർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ കേഴ്സർ ഡബിൾ കോഡ്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് വേണം എൻ്റർ അടിക്കാം. കറക്റ്റായിട്ട് അത് വർക്ക് ആയിക്കോളും. അതുപോലെ പ്രീവിയസ് കമാൻഡ്സ് നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത പ്രീവിയസ് കമാൻഡ്സ് റീയൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കീബോർഡിലെ കീപാഡിനകത്തെ ആരോസ് അപ്പാരോ ഡൗണോ ആരോ യൂസ് ചെയ്താൽ മതി. അപ്പോൾ പ്രീവിയസ് യൂസ് ചെയ്ത കമാൻഡ്സ് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ മെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം എമ്മിൻ്റെ റൈറ്റ് സൈഡിലാണ് കേഴ്സർ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. വർക്കായി. ഇനി നമുക്ക് വീണ്ടും പുഷ് ചെയ്യുന്ന കമാൻഡ് റീയൂസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കേസ് ആരോ ബട്ടനെ ക്ലിക്ക് ചെയ്യുകയാണ്. ആരോ ബട്ടൺ 3 തവണ ക്ലിക്ക് ചെയ്തപ്പം ആ കമാൻഡ് വന്നു. ഇനി നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ. എന്തുകൊണ്ടാണ് പുഷ് ചെയ്തപ്പോൾ എറർ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ നെയിമും ഇമെയിലും മാത്രമേ കോൺഫിഗർ ചെയ്തിട്ടുള്ളായിരുന്നു. പാസ്വേഡ് കോൺഫിഗർ ചെയ്തില്ലായിരുന്നു. അപ്പം ഞാനിവിടെ പാസ്വേഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പാസ്വേഡ് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വീണ്ടും ആ പുഷ് മൈനസ് ഒറിജിൻ ഗിറ്റ് പുഷ് മൈനസ് ഒറിജിൻ മെയിൻ എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ പുഷ് ആകാൻ വേണ്ടിയുള്ള ഒരു UI കാണിക്കും. ഇങ്ങനെ 2 ടാബ് ഉണ്ട്, ബ്രൗസറോ ഡിവൈസ് അല്ലെങ്കിൽ ടോക്കൺ. ഞാൻ ടോക്കൺ വെച്ചായിരിക്കും ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഗിറ്റ് ഹബിൽ പോയ ശേഷം ഇവിടെ യുവർ പ്രൊഫൈലിൽ നിന്നൊരു ഈ അവതാർ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യുവർ പ്രൊഫൈലിൽ നിന്നൊരു ഓപ്ഷൻ കാണാത്ത ക്ലിക്ക് ചെയ്യുക. അത് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത ശേഷം യുവർ പ്രൊഫൈലിനകത്തല്ല ഇത് പോകേണ്ടത്. സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെവലപ്പർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പേഴ്സണൽ ആക്സസ് ടോക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടോക്കൺസ് ക്ലാസിക് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് ന്യൂ ടോക്കൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറേറ്റ് ന്യൂ ടോക്കൺ ക്ലാസിക്. അതിനുശേഷം ഒരു പേര് കൊടുക്കുക. ഇതിൻ്റെ എക്സ്പിറേഷൻ പീരീഡ് കൊടുക്കുക. ഞാനിപ്പം 70 days. എക്സ്പിറേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നോ എക്സ്പിറേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. സ്കോപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എല്ലാ സ്കോപ്പ് സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം ജനറേറ്റ് ടോക്കൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഒരു ടോക്കൺ ജനറേറ്റ് ആയിട്ട് കാണാം. ഇതൊരു തവണ ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം നോക്കുമ്പോൾ അവിടെ കാണില്ല. അപ്പോൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുക. അതിനുശേഷം ഈ UI കൊണ്ട് ആ ടോക്കൺ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കുറേ ലോഗ് വന്നിരുന്നതാണ്, എന്യൂമറേറ്റിംഗ് ഒബ്ജക്ട്സ് എന്നൊക്കെ പറഞ്ഞ്. ഇനി നമുക്ക് നമ്മുടെ UI ഗിറ്റ്ഹബിൻ്റെ UI റിഫ്രഷ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അവിടെ കോഡ് പുഷ് ആയേക്കുന്നത് നമുക്ക് കാണാം. ഞാൻ റിഫ്രഷ് ചെയ്യുവാണ് ആ ലിങ്ക്. ഓക്കെ, ഇപ്പം നമ്മൾ കൊടുത്താക്കുന്ന നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റ് അതേപടി ഗിറ്റ്ഹബിലേക്ക് വന്നിട്ടുണ്ട്. അതേ ഫോൾഡർ സ്ട്രക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കോഡ് ഇവിടുന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് ആ JSON ഇത് കരാട്ടെ API ടെസ്റ്റിങ്ങിൻ്റെ കോഡാണ്. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് വേണേൽ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തെങ്കിൽ അതേവിടെ ക്ലോൺ ചെയ്യാനൊക്കെ പറ്റും. ക്ലോണിങ്ങും ബാക്കിയുള്ള ഗിറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.